തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിൽ പ്രതിരോധത്തിലായി ബി.ജെ.പി. നേതൃത്വവും മേയർ വി രാജേഷും. കാപ്പ കേസ് പ്രതി സുഗതൻ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതാണ് ബി.ജെ.പി. വെട്ടിലാക്കുന്നത്. ഈ മാസം കൂടുന്ന കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും അയോഗ്യനാകും. അതേസമയം അയോഗ്യത തടയാനുള്ള തിടുക്കപ്പെട്ട ശ്രമത്തിലാണ് ബി.ജെ.പി. നേതൃത്വം. കഴിഞ്ഞ ദിവസം വിയ്യൂർ ജയിലിൽ വെച്ചാണ് കാപ്പ കേസ് പ്രതിയും വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലറുമായ ആർ. സുഗതൻ പുനർ സത്യപ്രതിജ്ഞ ചെയ്തത്. ആഭ്യന്തര വകുപ്പിന്റെ സഹായത്താൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും ബി.ജെ.പി. നേതൃത്വം ഇപ്പോഴും പ്രതിരോധത്തിലാണ്. മെയ് ജൂൺ മാസങ്ങളിലെ കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കൗൺസിൽ യോഗത്തിൽ സുഗതൻ എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും അയോഗ്യനാക്കപ്പെടും. കാപ്പ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് സുഗതന് 6 മാസം കഴിഞ്ഞു മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ. ഈ വസ്തുതയാണ് ബി.ജെ.പിയെ വലയ്ക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നഗരസഭയിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷവും നഷ്ടമാകും. പഞ്ചായത്തി രാജ് നിയമപ്രകാരം 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന കൗൺസിലർമാർ അയോഗ്യരാണ്. ഈ നിയമപ്രകാരം തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് കൗൺസിലർമാർ അയോഗ്യരാക്കപ്പെട്ട ചരിത്രവുമുണ്ട്. 95-2000 ആണ്ടിൽ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്ന അവസരത്തിൽ 2 പേരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. കുന്നൂഴി വാർഡ് കൗൺസിലറായിരുന്ന ഒരു സഹോദരി, അന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന ഒരു സുഹൃത്തിനെയും ഈ മുനിസിപ്പൽ ആക്ട് പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത് അവരെ കൗൺസിലർമാർ അല്ലാതെ ആക്കിയ നടപടികൾ സ്വീകരിച്ച ചരിത്രം ഈ കോർപ്പറേഷനുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം കൗൺസിലർമാരെ അങ്ങനെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്ന വാദത്തിലാണ് മേയർ വി രാജേഷ്. മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ഇവിടെ മുനിസിപ്പൽ ആക്ടിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട്. പിന്നെ ഒരു കൗൺസിലറും അയോഗ്യനാകാൻ പോകുന്നില്ല. 101 കൗൺസിലർമാർ സത്യപ്രതിജ്ഞയോ 101 പേര് 5 വർഷം അതുപോലെ തന്നെ ഉണ്ടാവും. 15 ദിവസത്തിനുള്ളിൽ അടുത്ത കൗൺസിൽ വിളിക്കണമെന്നാണ് LDF ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് LDF തീരുമാനം. അതേസമയം കാപ്പ കേസ് പ്രതിക്ക് അടിയന്തര അവധി നൽകി സംരക്ഷണം ഒരുക്കാനാണ് ബി.ജെ.പി. നീക്കം നടത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.